നീ ഇനി എന്ത് പറഞ്ഞാലും നടക്കില്ല എബി. നവീനോട് ഞങ്ങൾ എന്ത് പറയും? ധ്രുവ് ചോദിച്ചു. നവീനാണോ വലുത്? ഞാനല്ലേ, ഞാൻ നിങ്ങളുടെ അനിയനല്ലേ? എബി ചോദിച്ചു. നീ ഞങ്ങളുടെ അനിയൻ തന്നെയാ. അതുപോലെ തന്നെ മൗനി ഞങ്ങളുടെ അനിയത്തിയാണ്, ആകാശ് പറഞ്ഞു. മൗനി, നീ പോയി ഒരുങ്ങാൻ നോക്ക്. നവീനും വീട്ടുകാരും ഇപ്പോൾ ഇങ്ങോട്ട് വരും, സ്റ്റാലിൻ പറഞ്ഞു. ചേട്ടാ, എനിക്ക് എബിച്ചായനെ മതി. എനിക്ക് ഇഷ്ടവാ, മൗനി പറഞ്ഞു. ശിവേട്ടാ, എന്താ ഇത്? അവൾക്കും അവനും ഇഷ്ടമാണ് എങ്കിൽ അതല്ലേ നല്ലത്, ദേവു പറഞ്ഞു. അതെന്നെ, ഇവിടെ വേദയും ആകാശേട്ടനും ഒഴിച്ച് പിന്നെയുള്ളവർ എല്ലാം പ്രേമിച്ചതല്ലേ, മീനു പറഞ്ഞു. ഒന്നില്ലേലും നമ്മളല്ലേ ഇതിന് തുടക്കമുണ്ടാക്കിയത്, അപ്പോൾ അവർ കെട്ടട്ടെ, വിന്ദ പറഞ്ഞു. അതാണ് വേണ്ടത്, അല്ലെങ്കിലും എബി നല്ല പയ്യനല്ലേ, മൗനിക്ക് ചേരും, വേദ പറഞ്ഞു. ഈ പറഞ്ഞതൊക്കെ ശരിയല്ലേ? നിങ്ങളും പ്രേമിച്ചിട്ടിരിക്കുന്നവരല്ലേ, അജു ചോദിച്ചു. എന്തൊക്കെ പറഞ്ഞാലും മൗനിയെ ഇവന് കല്യാണം കഴിച്ചു കൊടുക്കില്ല, ധ്രുവൻ ഉറപ്പിച്ചു പറഞ്ഞു. മൗനി, നീ ചെല്ല്, പോയി ഡ്രസ്സ് മാറി വാ. അവർ ഇപ്പോൾ ഇവിടേക്ക് വരും, സ്റ്റാലിൻ പറഞ്ഞു. വന്നാൽ ഞങ്ങൾ ഇത് ഉറപ്പിക്കുകയും ചെയ്യും. നീ ചെല്ല് മൗനി, ആദി പറഞ്ഞു. അതെ, നീ ഞങ്ങളുടെ അനിയത്തിയാണ്. ചെല്ലു മൗനി, പോയി ഡ്രസ്സ് മാറിയിട്ട് വാ, ആകാശ് പറഞ്ഞു. മൗനിക ഡ്രസ്സ് മാറില്ല, എനിക്ക് അവളെ ഇഷ്ടമാണ്. ഈ ഇഷ്ടം അവൾക്ക് എന്നോടുമുണ്ട്, എബി പറഞ്ഞു. എന്ന് കരുതി ഞങ്ങളുടെ പെങ്ങളെ നിനക്ക് കെട്ടിച്ചു തരും എന്ന് കരുതിയോ, ധ്രുവ് പറഞ്ഞു. കുഞ്ഞാറ്റെ, നീ മൗനിയെ വിളിച്ചുകൊണ്ട് ഒരുക്കാനായി നോക്ക്, സ്റ്റാലിൻ പറഞ്ഞു. വാ മൗനി, വിന്ദ വിളിച്ചു. മൗനി ദയനീയമായി എബിയൊന്ന് നോക്കിക്കൊണ്ട് അവിടെ നിന്നും കുഞ്ഞാറ്റിയുടെ കൂടെ പോയി. മൗനി, എബി വിളിച്ചു. എന്നാൽ അപ്പോഴേക്കും മൗനിയെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോയിരുന്നു. എബി, ഇനി നീ ഇവിടെ നിൽക്കണ്ട, നാട്ടിലേക്ക് പോയിട്ട് അവിടെ നിന്നു, സ്റ്റാലിൻ പറഞ്ഞു. അതോടെ എബി അവൻ്റെ റൂമിലേക്ക് വേഗത്തിൽ കയറിപ്പോയി വാതിൽ അടച്ചിരുന്നു. മുറിയിലേക്ക് കയറിയ എബി തൻ്റെ കട്ടിലിൽ എന്തോ ഒരു പൊതി ഇരിക്കുന്നത് കണ്ട് അതവൻ എടുത്തു. ആ പൊതി അഴിച്ചു നോക്കിയപ്പോൾ അതിലൊരു ജോഡി മുണ്ടും ഷർട്ടുമായിരുന്നു, കൂടെ ഒരു കത്തും. ഇതൊക്കെ ഇട്ടിട്ട് ഇനി ഇറങ്ങി വാ, ഇന്ന് നിന്റെ പെണ്ണ് കാണലാണ് എബി, എന്ന് നിന്റെ ചേട്ടന്മാർ, എന്നായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. എബിയുടെ കണ്ണുകൾ വിടർന്നു, ചുവന്ന് കലങ്ങി. അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. അവൻ വേഗം ആ ഷർട്ടും മുണ്ടും എടുത്തിട്ടു. മുടി സെറ്റാക്കി, ചീവി ഒതുക്കി, താടി സെറ്റാക്കിയിട്ട് അവനൊന്ന് കണ്ണാടിയിൽ നോക്കി. ശേഷം വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി ഹാളിലേക്ക് ചെന്നു. എന്നാൽ ഹാളിലേക്ക് ചെന്ന എബി വീണ്ടും ഞെട്ടി. അവിടെ സോഫയിൽ ഇരിപ്പുണ്ട് എബിയുടെ അമ്മ. എബിയെ കണ്ടതും ആ അമ്മ ഇരുന്നിടത്ത് നിന്നും മെല്ലെ എഴുന്നേറ്റു. ശേഷം എബിയെ പോയി കെട്ടിപ്പിടിച്ചു. അമ്മച്ചി, എബി വിളിച്ചു. എബി മോനെ, അമ്മ വിളിച്ചു. നീ ഞങ്ങളുടെ അനിയത്തിയെ പെണ്ണ് കാണുമ്പോൾ നിന്റെ അമ്മ കൂടെ വേണ്ടേ? അതിനു വേണ്ടി വിളിച്ചതാ. അമ്മ ഇന്നലെ തന്നെ ഇവിടെ വന്നിരുന്നു, പക്ഷെ ഞാനും ആദിയും കൂടെ ഹോട്ടൽ മുറിയിൽ നിർത്തി, ആകാശ് ഒരു ചിരിയോടെ പറഞ്ഞു. ഇന്നലെ? എബിക്ക് സംശയമായി. ഇന്നലെ തന്നെ? നീ സംശയിക്കൊന്നും വേണ്ട, നിന്റെ ഈ കാര്യം ഞങ്ങൾക്കറിയാമായിരുന്നു, ദേവ് പറഞ്ഞു. അത് കേട്ടുനിന്ന മീനുവും വേദയും അജുവും ഒന്ന് മെല്ലെ പുഞ്ചിരിച്ചു. നവീനാണ് ഞങ്ങളോട് വന്ന് നീ ഇങ്ങനെ പറയുന്നത്. സത്യത്തിൽ അവൻ സത്യാവസ്ഥ അറിയാൻ വന്നതാണ്. പക്ഷേ നീ വെറുതെ ഇങ്ങനെയൊരു കള്ളം പറയില്ല എന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു, ധ്രുവ് പറഞ്ഞു. അതുകൊണ്ട് അപ്പോൾ തന്നെ നീ പറഞ്ഞ അതേ കാര്യം ഞാൻ അവിടെ ആവർത്തിച്ചു. ശേഷം ഇതുമെല്ലെ ധ്രുവനോടും സ്റ്റാലിനോടും ബാക്കിയുള്ളവരോടും പറഞ്ഞു നിർത്തി. എന്നാൽ നീയോ മൗനിയോ അങ്ങനെയൊരു കാര്യം ഉണ്ടായ പോലെ ഇവിടെ പെരുമാറിയില്ല, ആകാശ് പറഞ്ഞു. കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തിട്ടും പണ്ടത്തെ ചങ്കരൻ തെങ്ങുമ്മേ തന്നെ എന്ന് പറഞ്ഞ പോലെയാണ് നിങ്ങളുടെ കാര്യം. അപ്പോൾ പ്ലാൻ ചെയ്തു ഇങ്ങനെയൊരു ഡ്രാമ ഇറക്കിയിട്ട് നോക്കാം, ഇതിൽ നിങ്ങൾ വീഴുമെന്ന്, ആദി പറഞ്ഞു. നീയും മൗനിയും ഒന്നിക്കുന്നത് ഞങ്ങൾക്കും സന്തോഷമുള്ള കാര്യമാണ് എബി, മീനു പറഞ്ഞു. അല്ല പിന്നെ, എബിനെ ഞങ്ങൾക്ക് അറിയുന്നതല്ലേ, അതുകൊണ്ടാ, അജു പറഞ്ഞു. ഇപ്പോൾ നിന്നോട് പറഞ്ഞു, പക്ഷെ അകത്തുള്ള മൗനി ഈ കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല, വേദ പറഞ്ഞു. അതൊക്കെ അറിയുമ്പോഴുള്ള സന്തോഷം കാണണം, അതിനു വേണ്ടിയാ, ദേവു പറഞ്ഞു. നിങ്ങളിരിക്കെ, ഞാൻ പോയി ചായ ഇട്ട് വെക്കട്ടെ, ആ മൗനിക്ക് കൊടുക്കാനുള്ളതല്ലേ എന്ന് പറഞ്ഞ് വേദ പോയി. വാ അമ്മേ, ധ്രുവൻ അമ്മയെ വിളിച്ച് സോഫയിലിരുത്തി. അമ്മയുടെ കൂടെ എബിയും ചെന്നിരുന്നു. ധ്രുവൻ്റെ അരികിലായി ദേവും സ്റ്റാലിൻ്റെ അരികിലായി മീനുവും ഇരുന്നു. അതിനപ്പുറത്തുള്ള സോഫയിൽ ആകാശും ആദിയും ഇരുന്നു. അജു വീഡിയോ എടുക്കാൻ റെഡിയായി നിന്നു. കണ്ണാടിയുടെ മുന്നിലിരുന്ന് കരയുകയാണ് മൗനി. കരഞ്ഞ് അവളുടെ കണ്ണുകൾ വേദനിച്ചു തുടങ്ങി. മൗനി, നീ ഇങ്ങനെ കരയല്ലേ, വിന്ദ പറഞ്ഞു. എനിക്ക് ഒരുങ്ങാൻ വയ്യ വിന്ദേച്ചി, എനിക്ക് ശരിക്കും ഇഷ്ടമാ, മൗനി പറഞ്ഞു. ഇതൊക്കെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കുട്ടി, നീ ഒന്ന് ഒരുങ്ങാൻ നോക്ക്. ഇല്ലെങ്കിൽ ചേട്ടന്മാർക്കാണ് ആ നാണക്കേട്, വിന്ദ പറഞ്ഞു. അതോടെ അവൾ സാരി എടുത്തുകൊണ്ട് ബാത്റൂമിൽ കയറിപ്പോയി. ലൈറ്റ് വെയ്റ്റ് കളറിൽ സ്വർണ്ണക്കര വരുന്ന സാരിയും അതിനോട് ചേർന്ന ബ്ലൗസുമായിരുന്നു മൗനിക്ക് വാങ്ങിക്കൊടുത്ത സാരി. അവൾ അത് ഒരുവിധം ഉടുത്തുകൊണ്ട് പുറത്തേക്ക് വന്നു. വിന്ദ വന്ന് അവൾക്ക് കുഞ്ഞു പൊട്ട് വെച്ചു കൊടുത്തു. മുടി ചീവി കെട്ടിവെച്ചു കൊടുത്തു. ശേഷം ഒരു കമ്മലും ഒരു കുഞ്ഞു മാലയും ഇട്ടുകൊടുത്തു. അപ്പോഴേക്കും വേദ ട്രേയിൽ ചായയുമായി വന്നു. ശേഷം അവൾ ആ ട്രേ മൗനിയുടെ കയ്യിൽ കൊടുത്തു.
ചിരിച്ച മുഖത്തോടെ കൊണ്ടു കൊടുക്ക് മൗനി, അവിടെ എല്ലാവരും വന്നിട്ടുണ്ട്, വേദ പറഞ്ഞു. മൗനി ഒന്നും മിണ്ടിയില്ല. അവൾ ട്രേ വാങ്ങി റൂമിൽ നിന്നും മെല്ലെ പുറത്തേക്കിറങ്ങി. മൗനി തല താഴ്ത്തി പിടിച്ചുകൊണ്ട് ഹാളിലേക്ക് ചെന്നു. അവിടെ ഇരിക്കുന്ന ഒരാളെ പോലും കാണാനോ നോക്കാനോ അവൾക്ക് താല്പര്യമില്ലായിരുന്നു. അവൾ ആ ട്രേ അവിടെയുള്ള ടേബിളിൽ കൊണ്ടുവച്ചു. മൗനി, നീ ചായ എല്ലാവർക്കും എടുത്തു കൊടുക്ക്, ആ മുഖം ഉയർത്തി നോക്ക്, ധ്രുവ് പറഞ്ഞു. മൗനി ചായ എടുത്ത് ആദ്യം എബിയുടെ അമ്മയ്ക്ക് ഒരു വരുത്തി തീർത്ത ചിരിയോടെ കൊടുത്തു. രണ്ടാമത്തെ ചായ എടുത്ത് എബിയുടെ നേരെ നീട്ടിയിട്ട് അവൾ മെല്ലെ മുഖമുയർത്തി നോക്കി. പുഞ്ചിരിയോടെ ഇരിക്കുന്ന എബിയെ കണ്ട് അവൾ ഒന്ന് ഞെട്ടി. മൗനി ഒന്നുകൂടി നോക്കി. അതെ, അത് എബി തന്നെയാണ്, അവൾക്ക് മനസ്സിലായിരുന്നു. മൗനി നീട്ടിയ ചായ എബി വാങ്ങി അവളെ നോക്കി മെല്ലെ ഒന്ന് പുഞ്ചിരിച്ചു. മൗനി ഞെട്ടിക്കൊണ്ട് എല്ലാവരെയും നോക്കി. അപ്പോഴാ ധ്രുവനും ആദിയും ആകാശും സ്റ്റാലിനും ഇരുന്നിടത്തു നിന്നും എഴുന്നേൽക്കുന്നത്. ഇന്നലെ തന്നെ പറഞ്ഞില്ലേ മൗനിക്കുട്ടി, ഞങ്ങൾക്ക് നീയാണ് വലുത് എന്ന്, ആകാശ് പറഞ്ഞു. എബിയെ നിനക്ക് ഇഷ്ടമാണ് എന്ന് നിങ്ങൾ ഇവിടെ പറയുന്നതിന് മുന്നേ ഞങ്ങൾക്കറിയാമായിരുന്നു. അതിനു വേണ്ടിയാ ഈ ഡ്രാമയൊക്കെ കളിച്ചേ, ആദി പറഞ്ഞു. നീ എന്നും സന്തോഷമായിരിക്കണം മൗനി, അതിനു വേണ്ടിയല്ലേ നിന്റെ ചേട്ടന്മാരുള്ളത്, ധ്രുവ് പറഞ്ഞു. നീ ഞങ്ങളുടെ കുഞ്ഞനിയത്തിയാണ് മൗനിക്കുട്ടി, ഇപ്പോൾ സന്തോഷമായില്ലേ, സ്റ്റാലിൻ ചോദിച്ചു. മൗനി ഒരു പുഞ്ചിരിയോടെ അവരെ കെട്ടിപ്പിടിച്ചു. എല്ലാവരും അത് നോക്കി ഒരു ചിരിയോടെ നിന്നിരുന്നു. അപ്പോൾ ഇനി കാര്യങ്ങളിലേക്ക് കടക്കാം, അജു പറഞ്ഞു. അതേ, മൗനികയുടെ അച്ഛനോട് ഞാൻ സംസാരിച്ചിരുന്നു. പുള്ളിക്കാരന് ഒരു നിവൃത്തിയുമില്ല. കാരണം രണ്ടാനമ്മയാണ് പ്രശ്നം. അതുകൊണ്ട് മൗനിയുടെ അച്ഛനും അമ്മയും ഏട്ടനും ഏട്ടത്തിയും ഞങ്ങളാണ്. എന്തേലും കുഴപ്പമുണ്ടോ അമ്മയ്ക്ക്? അതാദ്യം പറയണം, ധ്രുവ് ചോദിച്ചു. എനിക്ക് കുഴപ്പമൊന്നുമില്ല മോനെ. മൗനിയെ എബിക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്ക് പിന്നെ എന്താ കുഴപ്പം? ഈ കൊച്ചിനെ ഞാൻ എൻ്റെ മോളെപ്പോലെ നോക്കാം, എബിയുടെ അമ്മ മൗനിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു നിർത്തി. അത് മതി, ദേവ് പറഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച ഡ്രസ്സ് എടുക്കാനായി പോവാം. അതിൻ്റെ അടുത്ത ആഴ്ച കല്യാണം, ധ്രുവ് പറഞ്ഞു. അതെ, കുഞ്ഞാവ വരുന്നതിന് മുന്നേ ഒരു കല്യാണം അടിച്ചു പൊളിക്കണം, മീനു പറഞ്ഞു. പിന്നല്ല, ഇത് തകർക്കും, ദേവ് പറഞ്ഞു. ഓ, 2 ഗർഭിണികളുടെ രോദനമല്ലേ ഈ കാണുന്നതും കേൾക്കുന്നതും, ശിവ ശിവ, അജു പറഞ്ഞു. ഓ, എയറിൽ പോവാനുള്ള ആപ്ലിക്കേഷൻ ഫോം അല്ലേ അജു ഈ ഫിൽ ചെയ്ത് കൊടുക്കുന്നത്, ശിവ ശിവ, ബിന്ദ പറഞ്ഞു. ഇതാണ് ഇവിടുത്തെ കുഴപ്പം, ഒന്നും പറയാനുള്ള അവകാശം എനിക്കില്ല. എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം ഞാൻ എയറിൽ, അജു പറഞ്ഞു. അത് കേട്ട് എല്ലാവരും ചിരിച്ചു. അതല്ലെങ്കിലും അജുവാണ് ആ വീട്ടിലെ ബഹളം. അവനില്ലെങ്കിൽ ആ വീട് ഉറങ്ങിയ പോലെയാവും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. ഇപ്പോൾ എബിയുടെയും മൗനിയുടെയും കല്യാണം 2 വർഷത്തിന് ശേഷം എന്നതുപോലെയാക്കി. കാരണം മൗനിയെ പഠിപ്പിക്കാൻ വിടണമായിരുന്നു. അതുകൊണ്ടാണ് എബി 2 വർഷം കഴിഞ്ഞ് മതി എന്നൊരു നിബന്ധന വെച്ചത്. ഇപ്പോൾ മീനുവിന് ഇത് 9ാം മാസമായിരുന്നു. വേദന വരുന്നതിന് മുന്നേ തന്നെ സ്റ്റാലിൻ പറഞ്ഞിട്ട് അവളെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. എല്ലാവരുടെയും അച്ഛനും അമ്മയും വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. സ്റ്റാലിൻ്റെ കൂടെ ഇപ്പോൾ ആശുപത്രിയിൽ വേദയും ആകാശും ആദിയും മൗനിയുമാണുള്ളത്. ദേവുവിന് 8 മാസമായതുകൊണ്ട് തന്നെ അവളെ വിട്ടിട്ട് വരാൻ ധ്രുവന് പറ്റില്ലായിരുന്നു. അതുകൊണ്ടാണ് ആദിയും ആകാശും മൗനിയും വേദയും പോവാൻ തീരുമാനിച്ചത്. ഇപ്പോൾ അവർ ആശുപത്രിയിലാണ്. മീനുവിനെ ഇവിടെയുള്ള പ്രസവ വാർഡിൽ കയറ്റിയെങ്കിലും മീനുവിന് ഇതുവരെ വേദന വന്നിട്ടില്ലായിരുന്നു. സ്റ്റാലിനും വേദയും അവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അധികം ആളുകളെ വാർഡിലേക്ക് കയറ്റാൻ പറ്റില്ല. ഇച്ചേ, എനിക്കിതുവരെ വേദനയൊന്നും വന്നില്ലല്ലോ. നമ്മുടെ വാവ എന്നെ വേദനിപ്പിക്കാതിരിക്കുന്നതാ നല്ല വാവയാ, മീനു സ്റ്റാലിൻ്റെ കയ്യിൽ പിടിച്ചു പറഞ്ഞു. അതെ, കുഞ്ഞാവയ്ക്കറിയാം അമ്മയ്ക്ക് വേദനിക്കുമെന്ന്, അതുകൊണ്ടാ എൻ്റെ പൊന്നിനെ വേദനിപ്പിക്കാത്തത്, സ്റ്റാലിൻ മീനുവിൻ്റെ തലയിൽ തലോടിക്കൊണ്ട് മെല്ലെ പറഞ്ഞു. എൻ്റെ മീനു, കുഞ്ഞാവ് വേഗം പുറത്തു വരും കേട്ടോ, നീ ടെൻഷൻ അടിക്കല്ലേ. ഞാൻ ആകാശേട്ടനെ ഒന്ന് കണ്ടിട്ട് ഓടി വരാം, വേദ പറഞ്ഞു. എന്തു പറ്റി വേദമോളെ, സ്റ്റാലിൻ ചോദിച്ചു. എനിക്കെന്തോ നല്ല അസ്വസ്ഥത പോലെ. ഒരു ചായ കുടിക്കാനാണ്, വേദ പറഞ്ഞു. നീ ചെല്ല്, മീനു പറഞ്ഞു. അതോടെ വേദ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. സ്റ്റാലിൻ മീനുവിൻ്റെ കഴുത്തിൽ മുഖം അമർത്തി. ഇച്ചേ, വേദയ്ക്ക് കുഞ്ഞാവ വരുവാ എന്ന് തോന്നുന്നുണ്ട്. അവളുടെ മുഖം കണ്ടില്ലേ വിളറിയിരിക്കുന്നേ, മീനു ഒരു ചിരിയോടെ പറഞ്ഞു. അത് കേട്ട് സ്റ്റാലിൻ ഞെട്ടിക്കൊണ്ട് മീനുവിനെ നോക്കി. അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. നിനക്ക് എങ്ങനെ മനസ്സിലായി മീനു, സ്റ്റാലിൻ ചോദിച്ചു. അതൊക്കെ മനസ്സിലാവും മോനെ, എക്സ്പീരിയൻസ് ആണ്, മീനു പറഞ്ഞു. അവൾ പറഞ്ഞത് കേട്ട് സ്റ്റാലിൻ പൊട്ടിച്ചിരിച്ചു. അവൻ്റെ ചിരി കണ്ടിട്ട് മീനുവും അവൻ്റെ കൂടെ ചിരിച്ചു. വേദ പുറത്തേക്കിറങ്ങി ആകാശിനെ കാണാതെ ഒരു പ്രഗ്നൻസി കിറ്റ് വാങ്ങി അവിടെയുള്ള ടോയ്ലറ്റിൽ കയറി ഒരു നെഞ്ചിരിപ്പോടെ അവൾ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. കണ്ണുകൾ അടച്ച് ആ കിറ്റ് കയ്യിൽ വെച്ചുകൊണ്ട് 1 മിനിറ്റ് ശേഷം അവൾ കണ്ണുകൾ തുറന്നു നോക്കി.
ഒരു നിമിഷം വേദയുടെ കൈ വിറച്ചു പോയി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിപ്പോയി. അതെ, അങ്ങനെ താനും ഒരു അമ്മയായിരിക്കുന്നു. ഒരു പുഞ്ചിരിയോടെ അവൾ വയറിൽ കൈവച്ചു. ശേഷം നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ മെല്ലെ ആ ബാത്റൂമിന് പുറത്തേക്കിറങ്ങി. വരാന്തയിലേക്ക് ചെല്ലുമ്പോൾ ആദ്യം അവിടെ ഇല്ലായിരുന്നു. ആകാശ് ആർക്കോ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഒന്ന് തിരിഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. വേദ ഓടിച്ചെന്ന് അവനെ പിന്നിലൂടെ കെട്ടിപ്പിടിച്ചു. ആ നിമിഷം ആകാശ് ഒന്ന് ഞെട്ടി. ശേഷം അവൻ സംസാരിച്ച ഫോൺ കട്ട് ചെയ്തുകൊണ്ട് വേദയുടെ കൈ പിടിച്ചു അവൻ്റെ മുന്നിലേക്ക് നിർത്തി. വേദ, ആകാശ് വിളിച്ചു. അവൾ മുഖമുയർത്തി ആകാശിനെ നോക്കി. വേദയുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും ഒരു പിടച്ചിൽ ആകാശിന് നെഞ്ചിൽ തോന്നി. എന്തിനാ വേദക്കുട്ടി കരയുന്നേ? ആകാശ് ചോദിച്ചു. വേദ ആകാശിൻ്റെ വലം കൈയിൽ അവളുടെ വയറിലേക്കായി മെല്ലെ ചേർത്ത് വെച്ചുകൊണ്ട് ആകാശിനെ നോക്കി. ആകാശ് ഒരു നിമിഷം ഞെട്ടിപ്പോയി. അവൻ്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങി നിറഞ്ഞു. ആകാശ് വേദയെ അവൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. വേദക്കുട്ടി, ഞാൻ അച്ഛനും നീ അമ്മയും ആവാനായി പോവാ, ആകാശ് മെല്ലെ പറഞ്ഞു. അതെ ആകാശേട്ടാ, എനിക്കിത് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല, വേദ പറഞ്ഞു. ആകാശ് വേദയുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് അവളുടെ കണ്ണിൽ അമർത്തി ചുംബിച്ചു. എന്തുവാടേ ഈ പട്ടാപ്പകൽ കാണിക്കുന്നേ? ആദി അവിടേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. എടാ ആദിമോനെ, ഞാൻ അച്ഛനാവാൻ പോവാടാ. കുഞ്ഞാവയുണ്ട് വേദയുടെ വയറ്റിൽ, ആകാശ് പറഞ്ഞു. ആദി ഞെട്ടിപ്പോയി. അതെ ആദിയേട്ടാ, ഞാനിപ്പോൾ നോക്കിയതാണ്, എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല, വേദ പറഞ്ഞു. എന്തായാലും കൊള്ളാം മോനെ, നീയും ഒരച്ഛനാവാൻ പോവാണല്ലോ, ആദി ആകാശിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചിരിയോടെ പറഞ്ഞു. നിങ്ങൾ പോയി ഇനി ചെക്ക് ചെയ്യേ, എന്നിട്ട് ഇതൊക്കെ ഓക്കെ ആണോ എന്ന് നോക്ക്, ആദി പറഞ്ഞു. അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്, നീ ഇവിടെ കാണില്ലേ, ആകാശ് ചോദിച്ചു. അപ്പോഴേക്കും അങ്ങോട്ട് മൗനി വന്നു. അവളോട് കാര്യം പറഞ്ഞതും അവൾക്കും അടക്കാനാവാത്ത സന്തോഷമായിരുന്നു ആ കാര്യം. ഞാനും ആദിയേട്ടനും ഇവിടെ കാണും, നിങ്ങൾ ചെല്ലേ, പോയി വാ, മൗനി പറഞ്ഞു. അതോടെ ആകാശും വേദയും ചെക്ക് ചെയ്യാനായിട്ട് അവിടെ നിന്നും പോയി. ആദിയും മൗനിയും കൂടി സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ആദിക്ക് വിന്ധ്യയുടെ കോൾ വന്നത്. അവൻ ഫോണെടുത്ത് ചെവിയിൽ വെച്ച് സംസാരിച്ചു. കുറച്ച് കഴിഞ്ഞതും ഫോൺ കട്ട് ചെയ്തു മൗനിയെ നോക്കി. മൗനി, മിത്രയാണ് വിളിച്ചത്, വേഗം അങ്ങോട്ട് ചെല്ലണമെന്നാ പറയുന്നത്, ആദി പറഞ്ഞു. അതെന്തിനാ? മൗനി ചോദിച്ചു. അറിഞ്ഞൂടാ, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു, ഫോൺ വെച്ചു. എന്താണെന്ന് അറിയില്ല, ആദി പറഞ്ഞു. എന്നാൽ ആദിയേട്ടൻ ചെല്ലേ, ഇവിടെ ഞാനുണ്ടല്ലോ, പിന്നെ ആകാശേട്ടനും ചേച്ചിയും ഇപ്പോൾ വരുമല്ലോ, ചെല്ല ആദിയേട്ടാ, മൗനി പറഞ്ഞു. നീ ഓക്കെ അല്ലേ മൗനി? ആദി ചോദിച്ചു. പിന്നല്ലാതെ, ആദിയേട്ടൻ ചെല്ലേ, ഇവിടെ ഞാൻ മതി, പോയി വാ, മൗനി പറഞ്ഞു. കാര്യം അറിഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങ് വരാം, ആദി പറഞ്ഞു. ഓക്കെ, മൗനി പറഞ്ഞു. ആദി ഒരു പുഞ്ചിരിയോടെ മൗനിയുടെ കവിളിലൊന്ന് തലോടിക്കൊണ്ട് അവിടെ നിന്നും പോയി. മൗനി അതേ പുഞ്ചിരിയോടെ ആദി പോകുന്നത് നോക്കി അവിടെ അങ്ങനെ ഇരുന്നു. ആദി വീട്ടിലെത്തുമ്പോൾ അവിടെ പുറത്ത് എല്ലാവരും നിന്ന് ഗാർഡനും മറ്റും സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആദിയുടെ കാർ അവിടെ വന്ന് നിന്നു. എല്ലാവരും അവനെ നോക്കി. എന്നാൽ ആദി വിന്ധ്യയെ നോക്കിയെങ്കിലും ആ കൂട്ടത്തിൽ അവൾ ഉണ്ടായിരുന്നില്ല. ഇതെന്താ ആദി, നീ ഇങ്ങ് വന്നോ? ഗീത ചോദിച്ചു. അതമ്മേ, ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. ഇന്ന് ഒരു നല്ല കാര്യമുണ്ടായി, ആദി പറഞ്ഞു. അതെന്താ ആദിമോനെ? ധ്രുവൻ ചിരിയോടെ ചോദിച്ചു. എടാ, നമ്മുടെ ആകാശും വേദയും അമ്മയും അച്ഛനും ആവാൻ പോവാ, ആദി പറഞ്ഞു. എല്ലാവരും ഞെട്ടി. വേദയുടെ അച്ഛനും അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ദേവും മെബിയും അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിന്നു. അപ്പോൾ ഒരു 10 മാസം കൂടെ കഴിഞ്ഞാൽ അടുത്ത ബേബി വരുമല്ലേ, എബി പറഞ്ഞു. പിന്നല്ലാതെ, ഈ വീട് ബേബീസിനെ കൊണ്ട് നിറയും, എനിക്ക് വയ്യ, അജി പറഞ്ഞു. മീനുവിന് പെയിൻ വന്നോ മോനെ? മീര ചോദിച്ചു. ഇല്ല, സ്റ്റാലിൻ അവളുടെ കൂടെയുണ്ട്, ഇതുവരെ വേദന വന്നിട്ടില്ല, ആദി പറഞ്ഞു. അപ്പോൾ ആകാശം വേദയും ടെസ്റ്റ് ചെയ്യാൻ പോയോ, അതോ അവിടെ ഉണ്ടോ? ദേവു ചോദിച്ചു. ഇല്ല, അവർ ടെസ്റ്റ് ചെയ്യാൻ പോയി, അവിടെ ഇപ്പോൾ മൗനി മാത്രമേ ഉള്ളൂ, ആദി പറഞ്ഞു. പിന്നെ എന്തിനാ അവളെ അവിടെ ഒറ്റയ്ക്ക് വിട്ട് നീ ഇങ്ങോട്ട് വന്നത്? വിളിച്ചു പറഞ്ഞാൽ പോരായിരുന്നോ? എബി ഒരു ടെൻഷനോടെ ചോദിച്ചു. എൻ്റെ എടാ, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട, അവളാ എന്നെ ഇങ്ങോട്ട് ഉന്തിത്തള്ളി വിട്ടത്. പിന്നെ അവിടെ ഡോക്ടേഴ്സൊക്കെ ഉണ്ട്, നീ പേടിക്കണ്ട, ഞാനേ എൻ്റെ ഭാര്യനെ ഒന്ന് കാണട്ടെ, ആദി പറഞ്ഞു. കുഞ്ഞാറ്റ വിളിച്ചിട്ട് വന്നതാണോ? ധ്രുവൻ ചോദിച്ചു. അതെ, അവൾക്കെന്തോ കാര്യം പറയാനുണ്ട് എന്ന്. അപ്പോൾ ഈ കാര്യവും പറയാം, എൻ്റെ കൊച്ചിനെ ഒന്ന് കാണാമെന്ന് കരുതി, ആദി പറഞ്ഞു. എന്നാൽ പിന്നെ ഇവിടെ നിൽക്കണ്ട, കൊച്ചിനെ പോയി കണ്ടിട്ട് വാ, അജി പറഞ്ഞു. അതെന്നെ, ഇന്ന് രാവിലെ ഇറങ്ങിയതാ റൂമിൽ നിന്ന്, അതിനുശേഷം കയറിപ്പോകുന്നത് കണ്ടു, പിന്നെ പുറത്തോട്ട് കണ്ടിട്ടില്ല, ദേവു പറഞ്ഞു. അതെന്താ അപ്പോൾ ഫുഡ് കഴിച്ചിട്ടില്ലേ, ആദി ചോദിച്ചു. എവിടെ? പോയി വിളിച്ചപ്പോൾ വേണ്ടാന്ന് വാശി പിടിച്ചിട്ടിരിപ്പാണ്, ഗീത പറഞ്ഞു. മോൻ തന്നെ ചെന്ന് ചോദിക്കേ, എന്താ അവളുടെ പ്രശ്നമെന്ന്, സുരേഷ് പറഞ്ഞു. ഞാൻ പോയി കാണട്ടെ എന്ന് പറഞ്ഞ് ആദി അവിടെ നിന്ന് അകത്തേക്ക് കയറിപ്പോയി. ആദ്യ റൂമിൻ്റെ മുന്നിലെത്തി ഡോർ ചാരിയിട്ടിട്ടുണ്ട്. ആ ഡോർ തുറന്നുകൊണ്ട് അവൻ അകത്തേക്ക് കയറി. ആ റൂമിൽ വിന്ധ്യ ഉണ്ടായിരുന്നില്ല. അവൻ ബാൽക്കണിയിലേക്ക് ചെന്നു. അവിടെ താഴേക്ക് നോക്കി വിന്ധ്യ നിൽപ്പുണ്ടായിരുന്നു. ആദി ചെന്ന് അവളെ പിന്നിലൂടെ ചേർത്ത് പിടിച്ചു. ആ കഴുത്തിൽ മുഖമമർത്തി നിന്നു. മിത്രമോളെ, ആദി മെല്ലെ വിളിച്ചു. ദേവേട്ട,
വിന്ദ ആദിയുടെ നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് മെല്ലെ വിളിച്ചു. എന്താ പൊന്നാ ഫുഡ് കഴിക്കാഞ്ഞേ? എന്താ ഈ റൂമിൽ തന്നെ ഇരിക്കുന്നേ? ആദി ചോദിച്ചു. വിന്ദ ഒന്നും പറയാതെ ആദിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ്റെ കഴുത്തിൽ മുഖമമർത്തി നിന്നു. ആദ്യ ഒരു പുഞ്ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ തലയിൽ മെല്ലെ തലോടി. ദേവേട്ട, നമുക്ക് കുഞ്ഞാവ വരാൻ പോവാ. എൻ്റെ ഈ വയറ്റിൽ നമ്മുടെ കുഞ്ഞാവയുണ്ട്. ആദിയുടെ കാതോരം വിന്ദ അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു.